മാഷെ, ട്രംപിന് ഇന്ത്യക്കാരോടുള്ള ഈ കട്ടക്കലിപ്പിന്റെ കാരണം എനിക്കിപ്പോൾ പിടികിട്ടി. എന്താണെന്നറിയോ? അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള പിയേഴ്സ് മോർഗനാണ്. ഇന്ത്യക്കാർ അമേരിക്കയിൽ വളരെ സമ്പന്നരാണ്. വളരെ സമ്പന്നരെന്ന് പറഞ്ഞാൽ അതിസമ്പന്നരാണ്. ഈ സമ്പന്നത എന്ന് പറയുന്നത് അവിടുത്തെ നാണ്യമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് അതൊരു അതൊരു ഇഷ്ടക്കേട് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ അമേരിക്കയുടെ സാമൂഹിക മേഖലകളിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർ എങ്ങനെ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളിൽ ഒന്നാണ് ഇന്ത്യക്കാർ അമേരിക്കയിൽ എങ്ങനെ അതിസമ്പന്നരായി എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. രസകരമല്ലേ മാഷെ? രസകരമാണെന്ന് മാത്രമല്ല, അത് വലിയ തോതിൽ ഇന്ത്യക്കാർക്ക് ഉത്തേജനം നൽകുന്നതും ഇൻസ്പയർ ചെയ്യുന്നതും പ്രോത്സാഹജനകമാണ്. പ്രത്യേകിച്ച് നാട് വിട്ട് പണിയെടുക്കുന്ന, അമേരിക്കയിൽ ഉൾപ്പെടെ പോയി ലോകരാജ്യങ്ങളിൽ പണിയെടുക്കുന്ന, അങ്ങനെ കഷ്ടപ്പെട്ട് നാടിനെയും വീടിനെയൊക്കെ പോറ്റുന്ന പ്രവാസി സമൂഹം ഉണ്ടല്ലോ, അവർക്ക് വലിയ ആവേശം നൽകുന്ന ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മോർഗൻ അറിയാലോ, ഈ പിയേഴ്സ് മോർഗൻ ചില്ലറക്കാരനല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറയിലെ ഏറ്റവും മുതിർന്ന ജേർണലിസ്റ്റാണ്. മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഒരു ജേർണലിസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നതുല്യമായ പദവികളിലും വളരെ നേരത്തെ എത്തിയ ഒരാളാണ്. സണ്ണിൻ്റെ എഡിറ്ററായത് 24 വയസ്സിലും മറ്റുമാണ് അദ്ദേഹം. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു റോൾ മോഡലായിട്ട് ജേർണലിസം പഠിക്കുമ്പോൾ പറഞ്ഞു തന്നിരുന്ന പേരാണ് ഈ പിയേഴ്സ് മോർഗൻ. സണ്ണിൻ്റെ എഡിറ്ററായി. ആദ്യം സണ്ണിലാണ് തോന്നുന്നു തുടക്കം. അത് കഴിഞ്ഞിട്ട് റൂപ്പർട്ട് മർഡോക്കിൻ്റെ സാമ്രാജ്യത്തിൽ എത്തുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് ജേർണലിസ്റ്റിൻ്റെയും വലിയ സ്വപ്നമാണ്. മർഡോക്കിൻ്റെ അറിയാലോ, സ്റ്റാർ ന്യൂസ് ഉൾപ്പെടെയുള്ള ഒരേ സമയത്ത് 150 ചാനലൊക്കെ ഒരുമിച്ച് നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂസ് ഓഫ് ദി വേൾഡ് ഒരു പത്രം ഉണ്ടായിരുന്നു, അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പത്രം. അപ്പോൾ ആ പത്രത്തിൻ്റെ എഡിറ്ററായി ഇദ്ദേഹം. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഡെയിലി മിറർ. ഈ പറഞ്ഞ പേരുകളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും, ഒരു ജേർണലിസ്റ്റിന് ആദ്യം നമ്മൾ പരാമർശിക്കുന്ന പേരാണ്. ഡെയിലി മിററിൽ വന്നു. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ബ്രിട്ടീഷ് ടാബ്ലോയിഡ്സും പത്രങ്ങളുമാണ്. ഫസ്റ്റ് ന്യൂസിൻ്റെ എഡിറ്ററായി. ഇപ്പോൾ അദ്ദേഹം മെയിൽ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഖ്യാതമായ, അതായത് പുതിയ കാലത്തെ ഓൺലൈൻ മീഡിയ ഉണ്ടല്ലോ, പോർട്ടൽസ്, വെബ്സൈറ്റ്സ്, അതിൻ്റെ ഇന്ന് നമ്പർ 1 ആണ് ഈ മെയിൽ ഓൺലൈൻ്റെ അമേരിക്കൻ ഇൻചാർജാണ്. ആ മെയിൽ ഓൺലൈനിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്താ അറിയോ? എഡിറ്റർ അറ്റ് ലാർജ് എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര്. നമ്മളെന്താ പറയുക സാധാരണ രീതിയിൽ? മാക്സിമം പറയുക എഡിറ്റർ ഇൻചാർജ്, അല്ലെങ്കിൽ എഡിറ്റർ ഇൻ ചീഫ് എന്നൊക്കെ പറയും. പക്ഷേ ഈ നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു പേരാണ്. പുതിയ പദവിയിൽ ഒരു മാധ്യമ ലോകത്തിൻ്റെ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവി എഡിറ്റർ അറ്റ് ലാർജ് ആണ്. പുതിയ ടേമാണ്. അദ്ദേഹമാണ് ആ പോസ്റ്റിലിരിക്കുന്ന ആദ്യത്തെ ആൾ. അപ്പോൾ അതിലിരുന്നുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിൻ്റെ അമേരിക്കൻ മേധാവിയായിരിക്കുമ്പോൾ ആദ്യം അദ്ദേഹം നടത്തിയ പഠനം ഇതാണ്: ഈ ട്രംപിന് എന്താണ് കുടിയേറ്റക്കാരോട് ഇത്ര വിരോധം? അക്കൂട്ടത്തിൽ തന്നെ ഇന്ത്യൻ സമൂഹത്തോട് ഇത്രയേറെ അമർഷവും രോഷവും വെറുപ്പും എന്താണ്? അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ധരിച്ചത്, നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ അവിടെ ചെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടാണോ, അല്ലെങ്കിൽ അവർ മറ്റാരെങ്കിലും ചെയ്യുന്നത് പോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരിക്കലും അവിടെ ചെന്നിട്ട് പലസ്തീന് വേണ്ടി പ്രകടനം നടത്തുകയും അവിടെ സംഘടന ഉണ്ടാക്കുകയും അവിടുത്തെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിലും നമ്മളില്ല. ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ തീർത്തു നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിയമവിധേയമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അമേരിക്കക്കാർക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമാണ്. അവർ പലപ്പോഴും അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർത്ത് രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരാക്കി പലപ്പോഴും അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഗവർണർമാർ ഒക്കെയുള്ള വലിയ പദവികളിലൊക്കെ അമേരിക്കക്കാർ ഇന്ത്യക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അമേരിക്കക്കാർ സമ്പൂർണ്ണമായി അമേരിക്കയുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണല്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. എന്നിട്ടും എന്താ ട്രംപിന് ഇത്ര വിരോധം? അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാന കാരണം സാമ്പത്തികമാണ്. നമ്മൾ പറയില്ല, ശരിക്കും കുശുമ്പാണ്. കുശുമ്പ് എന്ന് പറയുമ്പോൾ ആ പൊളിറ്റിക്സിന്, ഇപ്പോൾ ട്രംപ് അങ്ങനെ വ്യക്തിപരമായൊരു കുശുമ്പ് മാത്രമല്ല, ആ പൊളിറ്റിക്സിന് ഒരു അമേരിക്കൻ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അമേരിക്കൻ പൗരന്മാരുടെ ഉള്ളിൽ പതിയിരിക്കുന്ന ഒരു സ്ലീപ്പിംഗ് സെൻറ്റിമെൻ്റാണ്. അതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ നോക്കിയിരിക്കെ അവരുടെ നാട്ടിലെ വലിയ പദവികളിലൊക്കെ ഇന്ത്യക്കാർ എത്തുകയാണ്. അന്യരാജ്യത്ത് നിന്ന് വന്നിട്ട് അവിടെ പണിയെടുക്കാൻ വന്ന മനുഷ്യർ മാത്രമല്ല, അമേരിക്കക്കാരെക്കാൾ അവർക്ക് വിശ്വാസം ഇന്ത്യക്കാരെയാണ്. അപ്പോൾ അവരാണ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. അതാണ് മോർഗൻ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. ഒന്ന്,
അങ്ങേയറ്റത്തെ വിശ്വാസ്യതയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം കണ്ടെത്തിയ വസ്തുതാപരമായ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അമേരിക്കൻ പൗരൻ്റെ ശരാശരി US-ലെ ഒരു അമേരിക്കൻ പൗരൻ്റെ ഒരു വർഷത്തെ വരുമാനം, ശരാശരി വരുമാനം $70,000 കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വർഷത്തെ ശരാശരി വരുമാനം $70,000. അതേ സമയത്ത് ഇന്ത്യൻ പാസ്പോർട്ടുമായി അവിടെ ചെന്ന് പണിയെടുക്കുന്ന ഇന്ന് അമേരിക്കയിലുള്ള മൊത്തം ഇന്ത്യക്കാരെ എടുത്താൽ ഒരു കുടുംബത്തിൻ്റെ ശരാശരി വരുമാനം $1,20,000 എന്ന് പറഞ്ഞാൽ ശരാശരി അമേരിക്കക്കാരുടെ സാക്ഷാൽ ഈ പ്രബുദ്ധനായ അമേരിക്കക്കാർ, നമ്മൾ വിചാരിച്ചാൽ അങ്ങനെയുള്ള അമേരിക്കക്കാരൊക്കെ നമ്മളെക്കാൾ കേമന്മാരാണ്. അമേരിക്കക്കാരൻ്റെ വരുമാനത്തേക്കാൾ ഇരട്ടിയോളമാണ് ഇന്ത്യക്കാരൻ്റെ വരുമാനം. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കുശുമ്പ്. 2, ഇദ്ദേഹം കണ്ടെത്തി അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയേറെ? അതിൻ്റെ കാരണം അദ്ദേഹം കണ്ടെത്തിയത്, 1, ഇന്ത്യക്കാർ അമേരിക്കയിൽ ചെല്ലുന്നതൊന്നും വെറും കൈയോടെയല്ല, നല്ല യോഗ്യതയോടെയാണ്. ഒന്നുകിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അടിസ്ഥാന ബിരുദം, IIM-ലോ IIT-ലോ പഠിച്ച വൈദഗ്ധ്യം, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ പ്രൊഫസർഷിപ്പ്, ഡോക്ടറേറ്റ്, ഇതൊക്കെ നേടിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ചെന്ന് അവർ നേടിയെടുക്കുകയാണ്. അതായത് വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് അടിസ്ഥാന വിദ്യാഭ്യാസവും വൈദഗ്ധ്യവും നേടിയെടുത്ത തലമുറ അങ്ങനെ നേടിയെടുത്ത്. അതുകൊണ്ട് എന്താ വെച്ചാൽ അവർ ചെന്ന കാലത്ത് ചെറിയ ചെറിയ പണിയിലൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ നിൽക്കും. പിന്നെ ചെറിയ എൻ്റർപ്രണർഷിപ്പ്, ചെറിയ ബിസിനസ്സുകളൊക്കെ, ചെറിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങും. പെട്രോൾ പമ്പുകൾ എടുക്കും. അങ്ങനെ തുടങ്ങിയ അവർ ഇന്നത്തെ ഒരു അത്ഭുതകരമായൊരു ഒരു കാര്യം പറയുന്നത് നമ്മൾ പോലും ഞെട്ടിപ്പോകും. അദ്ദേഹം പറയുന്നത്, ലോകം അഭിമാനത്തോടെ, ലോകത്ത് വലിയ വലിയ അസൂയയോടെ കാണുന്ന സുപ്രധാനമായ അമേരിക്കൻ കമ്പനികളുടെയൊക്കെ തലപ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ആ മാനേജർ, ഈ മാനേജർ, ലോക്കൽ മാനേജർ, റീജിയണൽ മാനേജർ അല്ല, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ, അതും ട്രില്യൺ കണക്കിന് ആസ്തിയുള്ള, ബില്യനുമല്ല ട്രില്യൺ കണക്കിന് ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അമേരിക്കക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അമേരിക്കക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനികളുടെ തലപ്പത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഇരിക്കേണ്ട കസേരയിൽ, മോനെ നീ ഇരിക്കുക, നീയാണ് അതിന് പറ്റിയ ആൾ എന്ന് പറഞ്ഞ് വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്ന 2 ഇന്ത്യക്കാരുടെ പേരെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്. ആ ഇന്ത്യക്കാരെ കുറിച്ച് പണ്ട് കോർപ്പറേറ്റിസം ക്ലാസ് എടുക്കുമ്പോൾ ഞാനൊക്കെ കേട്ടത് പറഞ്ഞത് എന്താ വെച്ചാൽ, സാധാരണ പറയാറുണ്ട് ഇന്ത്യൻ ദൈവങ്ങൾ ആരാണ്, ഇന്ത്യൻ ദൈവത്തിൻ്റെ 3 ശക്തികളെ കുറിച്ച് പറയാറുണ്ട്. ഈ സത്യം, ശിവം, സുന്ദരം എന്ന് പറയും. അതിൽ ഞങ്ങളോട് തമാശയായിട്ട് ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, അധ്യാപകർ പറയും, അതിൽ സത്യനെയും സുന്ദരത്തെയും നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അമേരിക്കക്ക്, ഇനി ഒരു ശിവനെ കൂടി പറഞ്ഞയക്കാണ്ടെന്ന് പറയും. അപ്പോൾ ത്രിമൂർത്തികൾ പൂർത്തിയാവുമെന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ കാര്യം എന്നറിയോ? സിമ്പിളാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ കമ്പനി ബിൽഗേറ്റ്സും കൂട്ടുകാരനും ഉണ്ടാക്കിയ മൈക്രോസോഫ്റ്റ് ആണ്. അതിൻ്റെ തലപ്പത്ത് നിന്നിരിക്കുന്നത് ഇന്ത്യക്കാരനായ സത്യമാണ്. സത്യൻ നദല്ലേ എന്ന് പറഞ്ഞാൽ സത്യനാരായണ നദല്ലേ എന്ന ഹൈദരാബാദുകാരനാണ്, ആന്ധ്രക്കാരനാണ്, തെലുങ്കനാണ്, അദ്ദേഹമാണ്. എന്നാലോചിച്ച് നോക്കൂ, ബിൽഗേറ്റ്സിന് അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കളെയൊക്കെ ഇരുത്താലോ ആ സീറ്റിൽ, അവരെക്കാൾ കേമൻ ഇദ്ദേഹമാണ്. വിശ്വസ്തനാണ്, പറ്റിച്ചു പോകില്ല, അത് കമ്പനിയുടെ ആസ്തി അടിച്ചുകൊണ്ട് പോകില്ല, അല്ലെങ്കിൽ ഇതാർക്കെങ്കിലും ഒറ്റിക്കൊടുക്കൂല, എതിരാളിക്ക് വേണ്ടി പാരപ്പണി ചെയ്യില്ല. അതൊരു വിശ്വാസ്യതയാണ്. അതാണ് മോർഗൻ പറയുന്നത്, ഇവരുടെ വിശ്വാസ്യത കൊണ്ടാണ് ഇവരെത്തിയത്, യോഗ്യത കൊണ്ടാണ് എത്തിയത്. 1. രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. ഗൂഗിളിൻ്റെ CEO ആലോചിച്ചു, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ഗൂഗിളല്ലേ. ഗൂഗിളിൻ്റെ ലാറി പേജും കൂട്ടുകാരനും അല്ലേ ഉണ്ടാക്കിയത്. ആ കമ്പനിയിൽ അവർക്ക് ഇരുന്നൂടെ, ആരെയും ആണെങ്കിലും ഇരുത്തിക്കൂടെ? അവരെക്കാൾ കേമനാണ് ഇദ്ദേഹം. ആര്? നമ്മുടെ തമിഴ്നാട്ടുകാരൻ അണ്ണാച്ചി സുന്ദർ. അതാണ് ഈ സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. സത്യം അവിടെ എത്തി, സുന്ദരനും അവിടെ എത്തി. ഇനിയിപ്പോൾ ശിവനും കൂടി പോകാനുണ്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. സുന്ദരൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ പിച്ചൈ, സുന്ദരരാജൻ പിച്ചൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ചെറുപ്പക്കാരാണേ, 50 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുവരെ ആയിട്ട് എവിടെയൊക്കെ എത്തി നോക്കി ആലോചിച്ച് നോക്കൂ. അതിൻ്റെ തലപ്പത്താണ്. എന്ന് പറഞ്ഞാൽ അക്കമ്പനിയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന, എല്ലാ മനുഷ്യൻ്റെയും വിരൽത്തുമ്പിലും എത്തിക്കഴിഞ്ഞ ഒരു കമ്പനിയുടെ തലപ്പത്ത് ഇനി അതിന് മീതൊരു പോസ്റ്റില്ല. ചെയർമാൻ ആൻഡ് CEO, ആ പോസ്റ്റിനപ്പുറത്ത് കോർപ്പറേറ്റിൽ എവിടെ പോസ്റ്റുള്ളത്? ആ പോസ്റ്റിൽ എന്തുകൊണ്ട്? അതാണ് മോർഗൻ ചോദിക്കുന്നത്. ആ പോസ്റ്റിൽ ഇരുത്താൻ ഈ ഇന്ത്യക്കാർക്ക് എങ്ങനെ സാധിച്ചു? അതുകൊണ്ട് മിസ്റ്റർ ട്രംപ് അങ്ങ് മുൻധാരണകളില്ലാതെ, വിത്തൗട്ട് പ്രിജുഡൈസ്, അങ്ങ് ഇന്ത്യക്കാരെ പഠിക്കണം. അവരിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റീസ് പഠിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അത് ഇന്ത്യൻ ക്വാളിറ്റീസാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ വാല്യൂസ്. അത് ഇന്ത്യയുടെ സംസ്കാരത്തിന് കൂടി വലിയ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഒന്ന് കുടുംബമാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി കുടുംബമാണ്. കുടുംബത്തിന്റെ പ്രത്യേകത, നമ്മുടെ കുട്ടികളെ ഏറ്റവും ഉയരത്തെത്തിക്കണമെന്നത് കുടുംബത്തിന്റെ ബാധ്യത. അമേരിക്കയിൽ അതില്ല, ഓപ്പൺ സൊസൈറ്റിയിൽ അതില്ല. കുട്ടി പിറന്ന് കുട്ടിയുടെ വഴിക്ക് വിട്ടോളും, കുട്ടി
ജീവിച്ചാൽ ജീവിച്ചു, മരിച്ചാൽ മരിച്ചു. അതങ്ങനെയല്ല. മറ്റേതങ്ങനെയല്ല. മരണം വരെ അമ്മ കാത് കണ്ണ് കുറിപ്പിച്ചിരിക്കും. അപ്പോൾ ആ കുടുംബ ഭദ്രതയാണ്. വേറൊന്ന് ഉള്ളത് ഈ ഡ്യുവൽ ഇൻകമാണ്. കുടുംബം പരസ്പര വിശ്വാസത്തോടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ, ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ, ഒരുമിച്ച് ഏൺ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ 2 വരുമാനം വരും ഒരു കുടുംബത്തിലേക്ക്. അപ്പോൾ ഒരു വരുമാനം നമ്മൾ എങ്ങനെ ചിലവഴിച്ചാലും ഒരു വരുമാനം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവർ വലുതായത്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ ക്വാളിറ്റി കൊണ്ടാണ്, ഇന്ത്യൻ വാല്യൂസിനെ കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാരെ കണ്ട് പഠിക്കുകയാണ് അമേരിക്കക്കാർ ചെയ്യേണ്ടത്. ഇനി ആലോചിച്ച് നോക്കൂ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയിൽ എത്തിപ്പെട്ട ഓരോ ഇന്ത്യക്കാരിൽ 75%, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും, പക്ഷേ 75%-ലധികവും ഉന്നത ബിരുദം നേടിയവരാണ്, വലിയ വൈദഗ്ധ്യമുള്ളവരാണ്. അതേ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഈ അമേരിക്കക്കാരൊക്കെ വലിയ കേമന്മാരെ വിചാരിക്കുന്നുണ്ടല്ലോ. മോർഗൻ പറഞ്ഞ കണക്കനുസരിച്ച് ഇന്നും 2025 മൊത്തം അമേരിക്കൻ പൗരന്മാരെ എടുക്കുമ്പോൾ 30% പോലും ഡിഗ്രിക്കപ്പുറം പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ 30%-ൽ താഴെയാണ് അവരുടെ വൈദഗ്ധ്യ നിലവാരം. നൈപുണി എന്ന് പറയില്ല നമ്മൾ, സ്കിൽഡ് അല്ല. ഇന്ത്യക്കാർ സ്കിൽഡാണ്. അതുകൊണ്ട് അസൂയപ്പെട്ടൊരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ട്രംപ് അവരെ ആട്ടി ഓടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ട്രംപ് ഉപദ്രവിച്ചു നോക്കി. അദ്ദേഹം പറയുന്നൊരു അത്ഭുതകരമായ കാര്യമുണ്ട്. ട്രംപ് ചരിത്രം മറക്കരുത്. 1965 കാലത്ത് ഈ വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെയൊക്കെ പണിയെടുപ്പിച്ച് അമേരിക്ക രക്ഷപ്പെടാൻ വേണ്ടിയാണ് അന്നത്തെ ഭരണകൂടം ഉദാരമായ വിസ സമ്പ്രദായം കൊണ്ടുവന്നത്. 60 കൊല്ലം കഴിഞ്ഞിട്ട് ട്രംപ് ചെയ്യുന്നത് എന്താണ്? ഇവരെ ഉപദ്രവിക്കുകയല്ലേ, അവരെ വിസ റദ്ദാക്കുകയല്ലേ, ആട്ടി ഓടിക്കുകയല്ലേ. പക്ഷേ ഒന്നുറപ്പിച്ചോളൂ, അമേരിക്ക അല്ലെങ്കിൽ പുതിയ ലോകങ്ങൾ അവർ തുറക്കും. ലോകത്തിൽ സ്വന്തം നാട് വിട്ട് വേറൊരു രാജ്യത്ത് പോയി കഷ്ടപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയാണ്, അങ്ങേയറ്റത്തെ റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് ട്രംപിനോട് ഉള്ള ചില പാഠങ്ങളാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പിയേഴ്സ് മോർഗൻ്റെ പ്രസംഗം ട്രംപിന് നേർക്കുനേരെയുള്ളൊരു പാഠമാണ്. ട്രംപിൻ്റെ ചിന്ത, ഈ അമേരിക്കക്കാരുടെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ കുശുമ്പ്, അത് വോട്ടാക്കി കളയാം എന്ന് വിചാരിക്കുന്ന, എന്നിട്ട് അതിൻ്റെ പേരിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കുകയും ഈ അമേരിക്കക്കാരെ വല്ലാതെ വയലൻ്റ് ആക്കുകയും കുടിയേറ്റ വിരോധം ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ട്രംപിന് കിട്ടിയ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച അടിയാണ്. മാത്രമല്ല മികച്ച പാഠവുമാണ്. ട്രംപ് പഠിച്ചാൽ നന്നാവും. ഇനി ട്രംപ് പഠിച്ചില്ലെങ്കിലും ഇത് ഇന്ത്യക്കാർക്ക് വലിയ സർട്ടിഫിക്കറ്റാണ്. ഇന്ത്യൻ സംസ്കാരത്തിന്, ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയ്ക്ക്, ഇന്ത്യയുടെ മക്കൾക്ക്, ഇന്ത്യയുടെ പ്രവാസി സമൂഹത്തിന്, ഇന്ത്യയിൽ നാട് വിട്ടു പോകുന്നവനൊക്കെ ആത്മവിശ്വാസം നൽകുന്നൊരു പാഠമാണ് ഈ പിയേഴ്സ് മോർഗൻ്റെ പ്രസംഗം ഓരോ ഇന്ത്യക്കാരനും പുതിയ കാലത്ത് ഏറ്റവും ആദ്യം വായിച്ചിരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായൊരു പ്രസംഗമാണ്. മോർഗനോട് നമുക്ക് നന്ദി പറയാം. ട്രംപില്ലെങ്കിലും സത്യം പറയാൻ ഭൂമിയിൽ ഇപ്പോഴും ഇദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. ബ്രിട്ടനിൽ നിന്ന് ജനിച്ചു വളർന്ന ലോകോത്തര ജേർണലിസ്റ്റായി മാറിയ ഒരാളാണ്. അതുകൊണ്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ ലണ്ടനിൽ ആരെങ്കിലുമൊക്കെ ഇന്ത്യയെ തിരിച്ചറിയാൻ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.